അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മോമിനീങ്ങളെ, അള്ളാഹു നമുക്ക് നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറുമാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങളുണ്ടല്ലോ. നാം കുറേ അത് പറഞ്ഞു, മുമ്പൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടിപ്പിലും ഓരോ വിചിത്രങ്ങളുണ്ട്. നിങ്ങളൊരു കാര്യത്തെ, ഒരു വസ്തുവിനെ, അതിനെ സൃഷ്ടിപ്പിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളെയും കണ്ടെത്താൻ കഴിയും. അത് എന്തായാലും ഒരു ചെറിയ ഒരു ഉറുമ്പായാലും ഒരു വലിയ ആന ആയാലും ഏതൊരു വസ്തുവാണെങ്കിലും ഒരുപാട് സൃഷ്ടിപ്പിൽ തന്നെ ഓരോ കാര്യങ്ങളെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാമല്ലോ, ഒട്ടകം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നല്ല ഉയരമുള്ള ഭാരങ്ങൾ ചുമക്കാൻ പറ്റുന്ന, എത്ര ഭാരമാണെങ്കിലും ചുമക്കാൻ പറ്റുന്ന ഒരു മൃഗമാണല്ലോ ഒട്ടകം. അതുപോലെ തന്നെയാണ് ചെറിയ ആടുകളെ കണ്ടില്ലേ? അതിനെല്ലാം സൃഷ്ടിച്ചവനെ അള്ളാഹുവാണ്. ഭാരം ചുമക്കാൻ പറ്റുന്നതിനെയും ഭാരം ചുമക്കാൻ പറ്റാത്തതിനെയും എല്ലാം സൃഷ്ടിച്ച നാഥനായ അള്ളാഹുവാണ്. അതുപോലെ തന്നെ പല ജീവികൾ ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ട് സഞ്ചരിക്കുകയാണ്. പറക്കാൻ പറ്റുന്ന അത്ര ഉയരങ്ങളിൽ പറക്കുന്ന പറവകൾ പറക്കുന്നത് പോലെ താഴെയുള്ള പറവകൾക്ക് പറക്കാൻ കഴിയുകയില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു ഭാഗത്തേക്ക് മാത്രമേ അവർക്ക് എത്താൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്കും പറന്നു പോകാനുള്ള പക്ഷിജാലങ്ങളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ഇങ്ങനത്തെ ഓരോ ഒന്നിൽ നിന്നും ഒന്നിന് വ്യത്യസ്തമായി കൊണ്ട്, ഒന്നിൽ നിന്നും ഒന്ന് ഒരേ വർഗത്തിൽപ്പെട്ടവർ തന്നെ പല പല വ്യത്യസ്തമായ ജീവിതങ്ങൾ നയിച്ചു കൂട്ടുന്നവർ, ജീവിതങ്ങളും തൊഴിലുകളും പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. ഈ സൃഷ്ടിപ്പിലെല്ലാം നമുക്കതെല്ലാം കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അൽ-നിസാ എന്ന് പറയുന്ന ഒരു സൂറത്തിൽ പറയുന്നത് കാണാം. അള്ളാഹു താല നിങ്ങൾക്ക് എല്ലാം തന്നു. നിങ്ങൾക്ക് അള്ളാഹു വസ്ത്രം നൽകി. നിങ്ങൾക്ക് അള്ളാഹു താല ഇണകളെ തന്നു. ഇണകളെ ആക്കി തന്നു. എല്ലാ വസ്തുക്കളിലും ഇണകളുണ്ട്. അതിന് ഓപ്പോസിറ്റ് വിരുദ്ധമായതും എതിരായതും വിരുദ്ധമായ ഇണകളുണ്ട്. അങ്ങനെ സൃഷ്ടിപ്പ് അള്ളാഹു നൽകിയവനാണ്. ആകാശങ്ങളിലും പറവകളെ അള്ളാഹു നൽകിയവനാണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ സമൂഹത്തിന് നൽകിയത്? ഇതെല്ലാം അള്ളാഹു പടച്ചത് ഒരു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അവന് നന്മയല്ലാതെ ഒരു തിന്മയായ അക്രമമായ ഒരു കാര്യവും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അവൻ ഇതെല്ലാം സൃഷ്ടിച്ചത്, ഈ ജാലങ്ങളെ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ച് ഉണ്ടാക്കിയത് ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. മനുഷ്യന് ഉപയോഗമാവാൻ വേണ്ടിയാണ്. എന്തിനാണ് ഉപയോഗമാകുന്നത്? അള്ളാഹുവിന് ഇബാദത്തെടുക്കും. മനുഷ്യന് അത്രയും ഇഷ്ടപ്പെട്ട, ബഹുമാനിച്ച, ആദരിച്ച ഒരു വർഗമാണ് മനുഷ്യവർഗം. അത്ര കണ്ട് അള്ളാഹു താല ബനു ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, കറമല്ലാഹു ബനി ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു താല ആർക്കും കീഴ്പ്പെടുത്താത്ത, ഒരു മൃഗത്തിനും കീഴ്പ്പെടുത്താത്ത, കഴിയാത്ത വസ്തുക്കളെ അള്ളാഹു നമുക്ക് കീഴ്പ്പെടുത്തി. ഈ വാനലോകത്ത് പറവകളെക്കാളും മേലെ പറക്കാനും സഞ്ചരിക്കാനും കഴിയുന്ന വിധത്തിലുള്ള വാഹനങ്ങൾ അള്ളാഹു മനുഷ്യന് വേണ്ടി റെഡിയാക്കി. അതിനുള്ള ഹിക്മത്തുകളും വഴികളും അള്ളാഹു തുറന്നു കാണിച്ചു തന്നു. എന്തിനാണ് ഇത്? നിങ്ങളെ അള്ളാഹുവിലേക്ക്, വിജയത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. അവൻ്റെ വിശാലമായ, അന്ത്യമില്ലാത്ത, ഒരു ബുദ്ധിമുട്ടും തകരാറും വരാത്ത, ഒരു കോട്ടവും ഭംഗവുമില്ലാത്ത, എന്നെന്നും ശാശ്വതമായ സ്വർഗലോകത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി, നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾക്ക് അള്ളാഹു താല ഈ ദുനിയാവിൽ ഒരുക്കി തന്ന സുഖ സൗന്ദര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ചുരുക്കി പറയുന്നു, നമുക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. ഇത്രയെല്ലാം വലിയ
അനുഗ്രഹം ചെയ്ത അള്ളാഹുവിന് നാം ശുക്ർ ചെയ്യേണ്ടതുണ്ട്. മറിച്ച് ശുക്ർ ചെയ്യാതെ അള്ളാഹു പറയുന്നതിനും അവൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനും വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്തവർക്ക് ജഹന്നമ നരകമാണ് ലഭിക്കുന്നത്. അവർ ദുർജനങ്ങളാണ്, അവിശ്വാസികളാണ്. വിശ്വാസമില്ലാത്ത, അള്ളാഹുവിലും അന്ത്യദിനത്തിലും അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വാസമില്ലാത്തവർ അവർ തോന്നിയതുപോലെ അവർക്ക് തോന്നിയ ഒരു ജീവിതം അവർ ജീവിച്ച് നയിക്കുന്നതാണ്. അതുപോലെ നാം ആവാതെ അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി അവൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന വഴിയിൽ കൂടി സഞ്ചരിക്കാൻ വേണ്ടി നാം എപ്പോഴും ബാധ്യസ്ഥരാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല നമുക്ക് ഇത്രയും ഏറെ അവനെ മനസ്സിലാക്കാൻ വേണ്ടി, അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അവൻ ഒരുപാട് സൃഷ്ടികളെയും ഈ സൃഷ്ടി വൈഭവങ്ങളെ അള്ളാഹു നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിലെല്ലാം ചിന്തിക്കുമ്പോഴും അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴുമാണ് ഒരു രക്ഷിതാവായ അള്ളാഹുവിലേക്ക് നാം എത്തിച്ചേരുക. അത് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഈ സൃഷ്ടികളെയും ദൃഷ്ടാന്തങ്ങളെയും ചിന്തിക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചിന്തിക്കുകയും ഭൂമിയിൽ കൂടി സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹു തആല നൽകിയുള്ള ആഫത്തുകൾ, ബുദ്ധിമുട്ടുകൾ, ഒരു കാലത്ത് നടന്ന അക്രമങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ നിന്ന് എങ്ങനെ ആരൊക്കെയാണ് രക്ഷപ്പെട്ടത്, ആരെല്ലാമാണ് പരാജയപ്പെട്ടത് എല്ലാം നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ്റെ കാരുണ്യത്തിലായി ജീവിക്കാൻ, അവൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് കാരുണ്യത്തിലായി ജീവിക്കാനാണ് നാം ഏവരും തയ്യാറാവേണ്ടത്. ആ നിലക്കുള്ള അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടും നിസ്കരിച്ച് അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ ആവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കത് മനസ്സിൽ അത് ആവർത്തിച്ച് എപ്പോഴും ആ ദിക്റിനെ പതിവാക്കി നാം മുന്നോട്ട് പോവുകയും കലിമ ഷഹാദ നാം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നാം മരിക്കുന്ന സമയത്ത് നമുക്കത് ഓർമ്മയിൽ വരികയും, മരിക്കുമ്പോഴാണല്ലോ ഒരു മനുഷ്യൻ്റെ എല്ലാ വേദനകളും ഭയപ്പാടുകളും മുമ്പ് കഴിഞ്ഞതും ഇപ്പോൾ ചെയ്തതും ചെയ്തു പോയ എല്ലാ അക്രമങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ ചിന്തകളെല്ലാം ആ സമയത്താണ് വരുന്നത്. അപ്പോഴാണ് നമ്മളെല്ലാം മറന്നു പോകുന്നത്. നാം ചെയ്ത ഇബാദത്തുകൾ, സൽക്രമങ്ങൾ ചെയ്തത്, ദിക്ർ ചൊല്ലിയത് എല്ലാം നാം മറന്നു പോകും. നാം അവിടെ ജീവന് വേണ്ടി പോരാടുകയാണ്. ആ ജീവന് വേണ്ടി പോരാടുന്ന ആ സമയത്ത് നമുക്ക് കലിമ തൗഹീദ് നമ്മുടെ മുന്നിൽ വരാൻ അസാധ്യമാണ്. അതുകൊണ്ട് അത് വരാനുള്ളത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കലാണ്, അള്ളാഹുവിനെ ചിന്തിക്കലാണ്, അള്ളാഹുവിൻ്റെ ദിക്റുകളെ ചൊല്ലി മുന്നോട്ട് പോകലാണ്. വിശുദ്ധ ഖുർആൻ ഓതുന്നത് കൊണ്ട് അതുമായിട്ടുള്ള പല നേട്ടങ്ങളും നമുക്ക് നേടാൻ കഴിയുന്നതാണ്. സുഹൃത്തുക്കളെ, ചുരുക്കി പറയുന്നു, നാം എപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്റിലും സലാത്തിലും ആയിക്കൊണ്ട് നാം ജീവിക്കുകയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അവൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി നാം ചിന്തിക്കുകയും അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ചുവിടാൻ നാം ഓരോരുത്തരും തയ്യാറാവണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.